സ്വാതന്ത്ര്യത്തിൻ പോരാട്ടത്തിൽ ഞങ്ങളെയാകെ നയിച്ച സഖാവേ, കർഷകവർഗ പോരാട്ടത്തിൽ തൊഴിലാളികളുടെ പോരാട്ടത്തിൽ രാമക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞ് 2050 വരെ അധികാരത്തിൽ തുടരാമെന്നത് നരേന്ദ്രമോദിയുടെ വ്യാമോഹം മാത്രമാണെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ആനി രാജ, പ്രമുഖ CPI നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയും ഇറ്റാലിപ്പറമ്പ് പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ KK അടിയോടിയുടെ 45ാമത് ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആനി രാജ. ഞാനത് പറയേണ്ട ഈ ചിറ്റാരിപ്പറമ്പിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഞാൻ പറയേണ്ട കാര്യമല്ല. അദ്ദേഹം എന്തൊക്കെ തുടങ്ങി വെച്ചു, എങ്ങനെയായിരിക്കണം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള ഉദാത്തമായ മാതൃക നമ്മൾക്ക് നൽകിക്കൊണ്ടാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ 45ാമത് വർഷവും നമ്മൾ അദ്ദേഹത്തിനെ അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ ഇന്ത്യയിലെ ജനതയൊന്നാകെ ഇന്നൊരു തെരഞ്ഞെടുപ്പിന്റെ അവസാന പാദത്തിലേക്ക് കടക്കുകയാണ്. ജൂൺ 1-ാം തീയതിയോടെ ആ അവസാന പാദവും തീരുകയാണ്. വിയോജിക്കുന്നവരെ അടിച്ചമർത്തുകയും കാർഷിക ദ്രോഹ നയങ്ങൾ നടപ്പിലാക്കുകയും ലേബർ കോഡ് ഉൾപ്പെടെയുള്ള കരിനിയമങ്ങൾ അടിച്ചേൽപ്പിച്ച കേന്ദ്ര സർക്കാരിനെതിരായ വിധിയെഴുത്ത് തന്നെയാണ് ജൂൺ 4-ന് പുറത്തു വരിക എന്നും അവർ പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ KV ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി A പ്രദീപൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ VK സുരേഷ് ബാബു, C വിജയൻ, P ജിതേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പുഷ്പാർച്ചനക്കും പ്രകടനത്തിനും M വിനോദൻ, KC അജിത് കുമാർ, PV സുരേന്ദ്രൻ, P സുധാകരൻ, PV ജയപ്രകാശൻ, CK പുഷ്പ, E ജഗദീശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സമഗ്ര ന്യൂസ് കുത്തുപറമ്പ.